ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാത്രിക്കത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഇവിടെ ഉമ്മ ഇല്ല, ഉമ്മാക്ക് സുഖമില്ലാഞ്ഞിട്ട് ഉമ്മാനെ താത്ത കൊണ്ടുപോയിക്കുകയാണ് കേട്ടോ. മൂത്ത നാത്തൂൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കുകയാണ്. അപ്പോൾ ഉമ്മാക്ക് എന്താ വെച്ചാൽ ഷുഗർ കുറഞ്ഞിട്ട് ഉമ്മ വിൽക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉമ്മാനെ അങ്ങനെ താത്ത കൊണ്ടുപോയിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രിക്കൾക്ക് ഉച്ചക്കൾക്ക് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കറി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രിക്കൾക്ക് ഇപ്പം കൂന്തളിൻ്റെ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മഞ്ഞളും ഉപ്പും പാടെ ആക്കിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കറി വെക്കുകയാണ്. മക്കളവിടെ ഇരുന്നിട്ട് പഠിക്കണുണ്ട്. ഓരോ പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഡയറി എങ്ങനെ കീറുകയാണ്. ഇരുന്ന് ഇങ്ങനൊക്കെ എഴുതിയാലാണ് ശരിക്കില്ല, ഒരു ഡയറി ആവുള്ളൂ. പേന താത്താട് പേന കൊടുക്കും. അപ്പോൾ അതാ കൂന്തൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ പാടിട്ടിട്ട് കേട്ടോ. അപ്പോൾ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ പറഞ്ഞിട്ട് കടുക് പൊട്ടിച്ചതിൻ്റെ ശേഷം ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പാട്ടാ പാടണേ കപ്പുച്ചീന. അപ്പോൾ നമ്മൾ ചട്ടിയിൽ എണ്ണ പാർന്നിട്ട് അതിൽ കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ വെക്കുകയാണ്. ഇങ്ങനത്തെ മീനൊന്നും ഇവിടെ അങ്ങനെ മേടിക്കലില്ല. ഇനി രാത്രിയിൽ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കൂലേ. അവരെ പഠിപ്പിക്കലും അവരെ നോക്കൽ ഒന്ന് ശ്രദ്ധ കുറയും. രാത്രിയിൽ ഇങ്ങനെ ചെറിയ മോളിങ്ങനെ കിടന്ന് കരയിനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നില്ലാത്ത കാരണം പിന്നെ ഒരിതുണ്ട്. അപ്പോൾ മക്കൾ കരയല്ലേ, കരയുമ്പോൾ എടുക്കാനൊക്കെ ഞാൻ തന്നെ ഉള്ളൂ. മറ്റൊരു പഠിക്കുകയാണ്. താത്ത എവിടെ? താത്ത സുന്ദരിയാ. അപ്പോൾ നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ ചകര ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം വഴന്ന് കിട്ടുന്നല്ലേ പറയുക. അപ്പോൾ ഞാൻ ചകര ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസ് ലാഭിക്കാലോ വേഗം ഒന്ന് വാടിയാൽ. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചകരം ബീഫ് മസാല ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയൊന്നും കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. പിന്നെ മസാലപ്പൊടിയുടെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കൂന്തൽ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലത്തെ വെള്ളം വറ്റണ വരെ ഒന്ന് വറ്റിച്ചെടുത്താൽ എല്ലാം പോലെ നല്ല ഫ്രൈ ആയിട്ട് കൂട്ടാം കേട്ടോ.
അപ്പോൾ ഇതാ കൂന്തൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് പിന്നെ മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് അവരൊക്കെ അവിടെ പഠിക്കായിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് അപ്പോൾ ഇതാ ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മക്കൾ മദ്രസത്തും കൂടി അവർക്ക് വായിച്ച് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചിട്ട് പിന്നെ അപ്പോൾ എനിക്ക് പാത്രം മോറാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ട് അതൊക്കെ ഒന്ന് അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു. മക്കളെ കസറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി മക്കൾക്ക് പായിട്ട് കൊടുത്തിട്ടോ. അപ്പോൾ അവരങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മൂത്താൾ രണ്ടാളും സനഹി അപ്പുറത്തെ റൂമിൽ ഉമ്മയുടെ റൂമിലാണ് കിടക്കൽ. പക്ഷെ ഉമ്മ അപ്പോൾ വീട്ടിലില്ല. അപ്പോൾ അവരിപ്പോൾ ഇന്ന് എൻ്റെ കൂടെയാണ് കേട്ടോ കിടക്കണത്. അൽഹംദുലില്ലാ. ഇന്ന് നമ്മുടെ ചാനലിൽ 10,000 ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഓരോ വീഡിയോയും കാണുന്ന, ലൈക്ക് ചെയ്യുന്ന, കമൻറ്റ് ചെയ്യുന്ന, ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ മനസ്സറിഞ്ഞിട്ട് നന്ദി പറയണം കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഇത് സാധ്യമാവില്ല കേട്ടോ. തുടർന്ന് നമ്മളെ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.